ഒപ്പം തന്നെ ക്ഷണിക്കാം പ്ലീസ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാനുഗ്രഹങ്ങളും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ത്രൂ ഔട്ട് ദ ഷൂട്ടിംഗ് ഈ സിനിമയോടൊപ്പം ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ ഒരു നിമിഷത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് നല്ല രഞ്ജിത്ത് മേനൻ പ്ലീസ് നമ്മളോടൊപ്പം വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവ് ഗോൾ എന്ന സിനിമയിലൂടെ ഏറ്റവും സുപരിചിതനായ ആക്ടർ മിസ്റ്റർ രഞ്ജിത്ത് മേനൻ. വെൽക്കം സർ. ആക്ട്രസ് നിങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ള തീയതിയിലേക്കാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു തീയതിയിലേക്കാം. രഞ്ജിതേക പ്ലീസ്. ഇനി നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രിയപ്പെട്ട വളരെയധികം സന്തോഷമുള്ള ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊരു സിനിമയുടെ തുടക്കത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത്. സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമ വലിയ പ്രതിസന്ധികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന ഓരോ സിനിമയും എന്നെപ്പോലെ ഞങ്ങളെപ്പോലുള്ള ഓരോ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള വലിയ ഊർജ്ജമാണ്, വലിയ ഇൻസ്പിറേഷനാണ്. സിനിമ ഒരിക്കലും അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ സിനിമ തളരുന്നില്ല എന്ന് ധീരമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ മുന്നോട്ട് വരുന്നത് എന്ന് പറയുന്നത് സിനിമ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഊർജ്ജം പകരുന്ന ഒന്നാണ്. തീർച്ചയായും ഷാന്റെ ഈ സിനിമയും ഷാന്റെ പരസ്യങ്ങളോടൊപ്പം തന്നെ ഗംഭീരമായി വരട്ടെ, ഒരു ഗംഭീര വിജയമായി തരട്ടെ. മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഊർജ്ജവും പുതിയ ദിശാബോധവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം ഞങ്ങൾ അവലോകനിപ്പിക്കുന്നു. താങ്ക് യു. മലയാള സിനിമയെ ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ നോക്കിക്കാണുന്ന സമയത്ത് ഓരോ സിനിമയും പുതിയ പ്രതീക്ഷയോടെ തന്നെയാണ് വരുന്നത്. ഷാന്റെ കഴിഞ്ഞ മൂന്നാമത്തെ സിനിമയാണ് ഷാൻ കൈച്ചേരിയുടെ. ആദ്യത്തെ സിനിമകളെല്ലാം അക്കാഡമിക്കലി വളരെയധികം നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അവാർഡുകൾ കിട്ടുകയും ചെയ്ത സിനിമയാണ്. ഈ മൂന്നാമത്തെ സിനിമ അവാർഡുകളോടൊപ്പം തന്നെ കൊമേഴ്ഷ്യലി അത് വലിയ ഒരു വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. കാരണം ഒരു സിനിമ വിജയിക്കുമ്പോഴാണ് പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ എത്ര അക്കാഡമിക്കലി നമ്മൾ അക്ലൈംഡ് ആയാലും നമുക്കത് സിനിമ തിയേറ്ററിൽ ഓടുന്നു. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ സദസ്സിൽ അത് തിയേറ്ററിൽ ഓടുന്നു. ഇപ്പോ സർവമായ എന്ന് പറയുന്ന സിനിമയൊക്കെ വളരെ തരക്കൂട് ടിക്കറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രേമി എന്നെങ്കിൽ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഓരോ സിനിമ വിജയിക്കുമ്പോഴും ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ സന്തോഷിക്കാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും എത്തുന്ന രീതിയിൽ ഒരു വൻ വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുതിയ കുറെ കുട്ടികൾ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാം പ്രതീക്ഷയും പ്രാർത്ഥനയും അവരോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കൂടിയിട്ടുള്ള ഈ 3 സംവിധായകർ തീർച്ചയായിട്ടും അതുപോലെ സിനിമാ പ്രേമികളുടെ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ നാട്ടുകാർ തന്നെയാണ്. ഞങ്ങളെ അടുത്തുള്ള ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, അവിടെ ഗ്രൗണ്ടിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് മുതലേ സിനിമയാണ് ചർച്ച ചെയ്തത്.
ഞാനന്ന് സിനിമയിലുണ്ട്. ഞാൻ ആ സമയത്ത് ലോഹിതദാസ് സാറിനോട് വർക്ക് ചെയ്യുന്ന കാലമാണ്. അന്ന് മുതലേ ഷാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ അത്രയും വലിയ ആഗ്രഹമുണ്ട്. ശരിക്കും അന്നേ ആഗ്രഹം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചായിരുന്നു ഷാൻ ഒരു നല്ല സിനിമാ സംവിധായകനും. എനിക്കൊന്നും നന്നായിട്ട് തിരക്കഥ എഴുതുമെന്ന് തോന്നുന്നു അല്ലേ? കഥ പറയാറുണ്ട് എൻ്റെ അടുത്തത്. നല്ല റൈറ്ററും ആയിരുന്നു. അപ്പോൾ ശിക്ഷാ കോളേജിൽ പലപ്പോഴും ചർച്ച പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഗാന്ധാരം അല്ലേ, അങ്ങനെ ഒരു സിനിമയാണ് പുള്ളി ആദ്യം ചെയ്തത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ സിനിമ സ്വച്ഛന്ത ബ്രിഡ്ജ് ശരിക്കും സ്റ്റേറ്റ് അവാർഡിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയ സിനിമയാണ്. എനിക്ക് അതിനോട് പറഞ്ഞ് അറിയാവുന്നുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോകുവാനായിട്ട് കൂടെ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അണിയിക്കുന്നതിന് വേണ്ടി മുമ്പാസിനെ പ്രത്യേകമായിട്ട് ഇൻവൈറ്റ് ചെയ്തു. നല്ല കൈഡിയാവോ എല്ലാവരും ചെയ്യാം. Thank you so very much, sir. Thank you so much, Jason. Thank you. അടുത്തതായിട്ട് പെർഫോമൻസ് നൽകിയ ഒരു ആക്ടറാണ്. താങ്ക് യു സോ വെരി മച്ച് ആൻഡ് എ ബിഗ് വെൽക്കം ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഒരു നല്ല കൈഡിയാവാം എല്ലാവരും ചെയ്യുന്നത്. Thank you so very much, sir. Thank you. Thank you so much. ഫസ്റ്റ് ക്ലാബിന് വേണ്ടി വേദിയിലേക്ക് സലാം ബാബു സാറിനെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് സ്റ്റോറി ഏറ്റവും രസമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു മലയാളം ചിത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ ഒരു നിമിഷത്തില് ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഒരു നല്ല കൈയ്യടി തരാം എല്ലാവരും ചേർന്ന്. Wonderful. Thank you so much, Vinodeta. Thank you so much, Salam Babu.